മകം, പൂരം, ഉത്രം, പുണർദം, പൂയം, ആയില്യം, അത്തം, ചിത്തിര എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിൽ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമാണ് ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത്. അതായത് ജ്യോതിഷ ഫലപ്രകാരം തെളിഞ്ഞു കാണുന്നതനുസരിച്ച് ഓഗസ്റ്റ് മാസത്തിന് തുടക്കം കുറിക്കുന്ന ദിവസം തന്നെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇതുവരെ ഉണ്ടായിരുന്ന ചില ജീവിത സാഹചര്യങ്ങളെ അടിമുടി മാറ്റിമറിക്കുകയും അതുപോലെ തന്നെ ഇപ്പോഴുള്ള നിങ്ങളുടെ മനസ്സിലെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമാകുന്നവയുമായിരിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന മകം, പൂരം, ഉത്രം, പുണർദം, പൂയം, ആയില്യം, അത്തം, ചിത്തിര എന്നിങ്ങനെയുള്ള 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വളരെ നാളുകളായി ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും ജീവിതത്തിൽ ഒരു മാറ്റം കാണുവാൻ കഴിയാത്ത ചില പരിതാപകരമായ സാഹചര്യങ്ങളും നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യതടസ്സങ്ങളുമുണ്ട്. മാത്രമല്ല, പലപ്പോഴും ജീവിതത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നിങ്ങളുടെ സമയം വളരെ മോശമാണെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാറുണ്ട് എന്നതാണ് സത്യം. മാത്രമല്ല, ഇത്തരത്തിലുള്ള ഒരു ദുരവസ്ഥയിൽ നിന്ന് ഒരു മുക്തി ഉണ്ടാകുമോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ള കഷ്ടകാലങ്ങളാണ് ഇതിൽ ചില നക്ഷത്രക്കാർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിലെ സമയത്തിനും കാലത്തിൻ്റെ സ്വാധീനത്തിനും അനുസരിച്ചായിരിക്കും പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുകയും നടക്കാതിരിക്കുകയും ചെയ്യുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ജീവിതത്തിൽ ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് തന്നെ നിങ്ങൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന ഒരു ദിവസമായിട്ടാണ് ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ശനിയാഴ്ച കാണപ്പെടുന്നത്. കാരണം അന്നേ ദിവസം തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രക്കാരിലും തെളിയുവാൻ പോകുന്നത് മാളവ്യ രാജയോഗമാണ്. അപ്പോൾ ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന മാളവ്യ രാജയോഗം കൊണ്ട് തുടക്കത്തിൽ പറഞ്ഞ 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ജീവിതത്തിലും സംഭവിക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി മാളവ്യ രാജയോഗം സിദ്ധിക്കുന്നതിലൂടെ വളരെ സുപ്രധാനമായ ചില കാര്യങ്ങൾ ഈ ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ച ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരാണ്. ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതത്തിലെ ഒട്ടനവധി കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകുവാൻ പോകുന്ന ഒരു ദിവസമായിട്ടാണ് ഈ ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ച കാണപ്പെടുന്നത്. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് നിങ്ങളുടെ നിലവിലുള്ള ജീവിത സാഹചര്യങ്ങളെ പറ്റിയും പറയാതിരിക്കുവാൻ കഴിയില്ല. കാരണം ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പല മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരും സഹികെട്ട അവസ്ഥയിലാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ജീവിതത്തിൽ ഓരോ ദിവസവും നിങ്ങളുടെ മനസ്സമാധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ഒട്ടനവധി കാര്യങ്ങളെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വരികയും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ആ പ്രതിസന്ധികളിൽ നിന്ന് പുറത്തു കടക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഇതിൽ പലരും പെട്ടു നിൽക്കുകയും ചെയ്യുകയാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒന്നുറങ്ങാൻ കിടന്നാൽ പോലും പല കാര്യങ്ങളും ചിന്തിച്ചുള്ള സമാധാനക്കേടുകൾ കൊണ്ട് കണ്ണടയ്ക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് നിങ്ങൾ നേരിടുന്നത്. ഇതിൽ തന്നെ മകം, പൂരം, ഉത്രം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾക്ക് കുടുംബ ബന്ധങ്ങൾക്കിടയിലും ഒട്ടനവധി പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. മാത്രമല്ല,
സാമ്പത്തിക കാര്യങ്ങളിലും നിങ്ങൾ നേരിടുന്നത് വലിയ രീതിയിലുള്ള അനിശ്ചിതത്വങ്ങളാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ജീവിതത്തിലെ ഒരു കാര്യങ്ങളുടെയും പോക്ക് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ചല്ല എന്ന് സാരം. എന്നാൽ ഇപ്പോൾ ഫലപ്രകാരം വ്യക്തമായി കാണുന്ന ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുന്നത് എടുത്തു പറയത്തക്ക രീതിയിലുള്ള ചില മാറ്റങ്ങളാണ്. ഇതിൽ തന്നെ ഒന്നാമതായി പറയേണ്ടത് ഈ മാളവ്യ രാജയോഗം സിദ്ധിക്കുന്ന ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ച എന്ന ദിവസം പിറക്കുമ്പോൾ മുതൽ മകം, പൂരം, ഉത്രം നക്ഷത്രക്കാരായിട്ടുള്ള ചിങ്ങം രാശിക്കാർക്ക് മനസ്സിന് എന്തെന്നില്ലാത്ത ഒരു സമാധാനവും പോസിറ്റിവിറ്റിയും അനുഭവത്തിൽ വരികയും നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയോ ചില നല്ല കാര്യങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്നതിനെ പറ്റിയുള്ള ഒരു തിരിച്ചറിവ് മാനസികമായി തന്നെ നിങ്ങൾക്ക് തോന്നിത്തുടങ്ങുകയും ചെയ്യും. ഒപ്പം തന്നെ ഈ മാളവ്യ രാജയോഗം സിദ്ധിക്കുന്ന സമയത്ത് ചിങ്ങം രാശിക്കാരുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടന്നിരുന്ന ചില കാര്യങ്ങൾക്ക് ഒരു പൂർത്തീകരണം ഉണ്ടാകുന്ന സമയമായിരിക്കും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാർ മനസ്സുകൊണ്ട് എത്ര ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും പുറത്തു കിടക്കുവാൻ കഴിയാത്ത തരത്തിലുള്ള ചില ഊരാക്കുടുക്കുകളിൽ പെട്ടുകിടക്കുകയാണ്. അതായത് ആ ഒരു പ്രതിസന്ധിക്ക് പരിഹാരം കാണുവാനായി നിങ്ങൾ വളരെയേറെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എന്തൊക്കെയോ തടസ്സങ്ങൾ കൊണ്ട് ആ ഒരു പ്രതിസന്ധി നിങ്ങളെ വിട്ടുമാറാതെ നിൽക്കുകയാണ്. എന്നാൽ അത്തരത്തിൽ ചിങ്ങം രാശിക്കാരെ ബാധിച്ചിരുന്ന കാര്യതടസ്സങ്ങളായിരുന്നാലും മറ്റ് പ്രതിസന്ധികളായിരുന്നാലും അവസാനിക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ചയോടെ തുടങ്ങുന്നത്. അതുപോലെ തന്നെ ചില ചിങ്ങം രാശിക്കാർക്ക് ഉടനടി ഒരു മാറ്റം വേണ്ടത് കർമ്മമേഖലയിൽ നിലനിൽക്കുന്ന ചില പ്രശ്നങ്ങൾക്കാണ്. അതായത് ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ നിന്ന് ഒരു മാറ്റം വേണമെന്നും ഒരു പുതിയ കർമ്മമേഖലയിലേക്ക് എത്തിപ്പെടണമെന്നും വളരെയധികം ആഗ്രഹിക്കുന്ന ചില വ്യക്തികൾ നിലവിൽ ഈ അധ്യായം കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ ആവശ്യങ്ങൾക്കും പ്രാരാബ്ദങ്ങൾക്കും തക്കതായ ഒരു ജോലിയല്ല. എന്നാൽ ഈ മാളവ്യ രാജയോഗം നിങ്ങളിൽ ഭാഗ്യമായി തെളിയുന്ന ഈ ഓഗസ്റ്റ് മാസപ്പിറവിയോടെ തൊഴിൽ മേഖലകളുമായി ബന്ധപ്പെട്ട് ചിങ്ങം രാശിക്കാർക്ക് ശുഭകരമായ ഒട്ടനവധി മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്ന സമയമായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അത്രയധികം സന്തോഷത്തോടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതും വിജയം കാണണമെന്ന് ആഗ്രഹിക്കുന്നതുമായ പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ ഏറ്റവും ഉത്തമമായ ഒരു ദിവസം കൂടിയാണ് ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത്. കാരണം അന്നേ ദിവസം നിങ്ങളിൽ ഭാഗ്യമായി ഉദിച്ചു നിൽക്കുന്ന മാളവ്യ രാജയോഗം എല്ലാ രീതിയിലും നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടെത്തിക്കും. അതോടൊപ്പം തന്നെ ഈ ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികളുടെ കരങ്ങളിലേക്ക് വലിയ ചില ധനനേട്ടങ്ങൾ വന്നു ചേരുകയും സാമ്പത്തികമായി നിങ്ങൾ അനുഭവിച്ചു വന്നിരുന്ന ചില പ്രശ്നങ്ങൾക്ക് അവിസ്മരണീയമായ ചില പരിഹാരങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്ന ദിവസമായിരിക്കും. ഇനി ഇതിൽ തന്നെ എടുത്തു പറയുമ്പോൾ ചില ചിങ്ങം രാശിയിൽ പിറന്ന വ്യക്തികൾ വീട് പണിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രതിസന്ധികൾ കുറച്ച് നാളുകളായി അനുഭവിക്കുന്നു. അതായത് നിങ്ങളുടെ സ്വപ്നമായ സ്വന്തം വീട് എന്നതിലേക്ക് എത്തിപ്പെടാൻ നിങ്ങൾ എത്ര ശ്രമിച്ചിട്ടും കഴിയുന്നില്ല. എന്നാൽ ആ ഒരു ആഗ്രഹത്തിന് തടസ്സമായി നിന്നിരുന്ന പ്രതിസന്ധികൾ എന്തു തന്നെയായിരുന്നാലും അത് ഇല്ലാതാവുകയും നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ പണി പുനരാരംഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാവുകയും ചെയ്യുന്ന സമയമായിരിക്കും ഈ മാളവ്യ രാജയോഗം കൊണ്ട് നിങ്ങളിൽ തെളിയുന്നത്. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ച ചിങ്ങം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. ഇനി രണ്ടാമതായി ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന മാളവ്യ രാജയോഗം കൊണ്ട്
അവിശ്വസനീയമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്ന രാശിക്കാരായി വരുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിക്കാരാണ്. ഇന്നത്തെ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് അത്യധികം ദുരിതപൂർണവും കണ്ണുനീരും കഷ്ടകാലങ്ങളും മാത്രം നിറഞ്ഞതുമാണ്. അതായത് ഒന്നിനു പുറകെ ഒന്നായി നിങ്ങളുടെ ജീവിതത്തെ തകർത്തു കളയുന്ന തരത്തിലുള്ള പ്രതിസന്ധികളാണ് നിങ്ങൾക്ക് മുന്നിൽ വന്നുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെ എല്ലാ വിധത്തിലും ദുഃഖങ്ങളും കഷ്ടപ്പാടുകളും അനുഭവിച്ച് മതിയായി എന്നുള്ള അവസ്ഥയിലാണ് നിങ്ങൾ ഇപ്പോൾ ഉള്ളത്. ഇതിൽ തന്നെ ചില പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർ സാമ്പത്തികമായി അനുഭവിച്ചു വരുന്ന പ്രശ്നങ്ങൾ മറ്റാരോടും പറഞ്ഞു മനസ്സിലാക്കുവാൻ കഴിയാത്ത തരത്തിലുള്ളവയാണ്. കാരണം അത്ര വലിയ കടക്കെണിക്കുള്ളിൽപ്പെട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. മാത്രമല്ല സാമ്പത്തിക പ്രശ്നങ്ങളെയും കടബാധ്യതകളെയും എങ്ങനെയെങ്കിലും പരിഹരിക്കുവാനായി നിങ്ങളെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ നിങ്ങൾ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അധ്വാനിക്കുന്ന സമ്പത്ത് കൂടി നിങ്ങൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള ദുരവസ്ഥയിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ ഫലപ്രകാരം കാണുന്നതനുസരിച്ച് ഈ മാളവ്യ രാജയോഗം നിങ്ങളിൽ തെളിയുന്ന ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് പുണർദം, പൂയം, ആയില്യം വരുന്ന കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ മനസ്സിനെ അത്രയധികം വേദനിപ്പിച്ചിരുന്ന ചില പ്രശ്നങ്ങളിൽ നിന്ന് ഒരു പരിഹാരം കാണുവാൻ കഴിയുകയും അതുപോലെ തന്നെ സാമ്പത്തികമായി നിങ്ങൾ അനുഭവിച്ചിരുന്ന പ്രതിസന്ധിയിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടാവുകയും ചെയ്യുവാൻ പോകുന്ന സമയത്തിൻ്റെ തുടക്കമായിരിക്കും. ഏറ്റവും പ്രധാനമായി മാളവ്യ രാജയോഗം തെളിയുന്നതോടെ കർക്കിടകം രാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ചില തൊഴിലവസരങ്ങൾ പുതിയതായി ലഭിക്കുകയും അതുപോലെ തന്നെ ചില പ്രധാനപ്പെട്ട പരീക്ഷകളിൽ വിജയം കൈവരിക്കുവാനുള്ള ഭാഗ്യം കൈവരികയും ചെയ്യും. കുറച്ചുകൂടി വ്യക്തമായി പറയാനാണെങ്കിൽ നിലവിൽ ഈ അധ്യായം കാണുന്ന ഏതൊക്കെയോ കർക്കിടകം രാശിക്കാർ സർക്കാർ തലത്തിൽ നിന്നുള്ള ഒരു തൊഴിലവസരത്തിന് വേണ്ടി വളരെയധികം പരിശ്രമിക്കുകയും ആ ഒരു ശുഭവാർത്തയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഭാഗ്യം നിങ്ങളുടെ ആ ആഗ്രഹത്തെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ ഏറ്റവും സഹായകമാകും എന്നതാണ് സത്യം. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള ചില കർക്കിടകം രാശിക്കാർക്ക് ജീവിതത്തിൽ എന്തൊക്കെയോ ചില പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്ന് മനസ്സിൽ അത്രയധികം ആഗ്രഹമുണ്ടെങ്കിലും അതിന് തടസ്സമായി പല വിധത്തിലുള്ള കാര്യങ്ങളും നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴുള്ള ചില സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങിയാൽ എന്താവും സംഭവിക്കുക എന്ന് നിങ്ങളുടെ മനസ്സിൽ വല്ലാത്ത ഒരു ഭയമാണ്. എന്നാൽ ഈ ഓഗസ്റ്റ് മാസം 1-ാം തീയതി നിങ്ങളിൽ മഹാഭാഗ്യമായി തെളിയുന്ന മാളവ്യ രാജയോഗം കൊണ്ട് അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരുന്ന ചില ആഗ്രഹങ്ങളെ സഫലീകരണത്തിലേക്ക് എത്തിക്കുവാൻ കർക്കിടകം രാശിക്കാർക്ക് കഴിയും. അതുപോലെ തന്നെ ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില പുണർദം, പൂയം, ആയില്യം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ കുടുംബത്തിലുള്ളവരിൽ നിന്നും നിങ്ങളുടെ അയൽക്കാരിൽ നിന്നുമൊക്കെയായി ചില ഉപദ്രവങ്ങൾ എന്തെന്നില്ലാത്ത രീതിയിൽ അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശത്രുദോഷം എന്ന് തന്നെ ഇതിനെ പറയാം. അതായത് ഒളിഞ്ഞും തെളിഞ്ഞും മറഞ്ഞുമിരുന്ന് നിങ്ങളുടെ പതനം കാണുവാനായി അവർ പല വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുഃഖം ഉണ്ടായെന്നറിഞ്ഞാൽ അതിൽ അവർ സന്തോഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരത്തിൽ ശത്രുദോഷം കൊണ്ട് ജീവിതത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന ചില കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാളവ്യ രാജയോഗം നിങ്ങളുടെ ജീവിതത്തിലെ ഈ ഒരു അവസ്ഥയ്ക്ക് വലിയ ഒരു മാറ്റം വരുത്തും. ഏറ്റവും പ്രധാനമായി നിങ്ങളിൽ നിന്ന് ശത്രുദോഷം ഇല്ലാതാകും എന്നത് മാത്രമല്ല, നിങ്ങളുടെ ശത്രുക്കൾക്ക്
അവർ ചെയ്തതിൻ്റെ തിരിച്ചടി ലഭിക്കുകയും ചെയ്യുന്ന സമയവും കൂടിയായിരിക്കും ഇത്. ഒപ്പം തന്നെ ചില ദോഷകരമായ കാര്യങ്ങൾ നിങ്ങളെ വിട്ട് അകലുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അതിൻ്റെതായ ഒരു ഉന്നതി തിരിച്ചറിയുവാൻ കഴിയുന്നത് വളരെ വേഗത്തിലായിരിക്കും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് കർക്കിടകം രാശിക്കാർക്ക് ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. ഇനി അടുത്തതായി ഈ ഓഗസ്റ്റ് 1-ാം തീയതി ശനിയാഴ്ച സിദ്ധിക്കുവാൻ പോകുന്ന മാളവ്യ രാജയോഗം കൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന 3-ാമത്തെ രാശിക്കാരായി വരുന്നത് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിക്കാരാണ്. ഇന്ന് ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും നിറഞ്ഞ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ട് പോകുവാൻ വളരെയധികം പരിശ്രമിക്കുന്നവരാണ് നിങ്ങൾ. മാത്രമല്ല, എന്തെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും നിങ്ങളുടെ മനസ്സിലെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും അവിടെ മങ്ങുന്നില്ല. കാരണം അത്രയധികം ജീവിതത്തിൽ ആഗ്രഹിച്ചതൊക്കെ എത്തിപ്പിടിക്കണം എന്നുള്ള വാശിയും അത് നേടിയെടുക്കുവാൻ കഴിയുന്നത് വരെ അതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്യുവാനുള്ള മനസ്സുമുള്ളവരാണ് നിങ്ങൾ. എന്നാൽ ഇപ്പോൾ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ചില കന്നിരാശിക്കാർക്ക് ഒട്ടേറെ പ്രതിസന്ധികളെ തുടരെ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്നതിനാൽ തന്നെ ഇപ്പോൾ എവിടെയൊക്കെയോ ആ ധൈര്യം ചോർന്നു പോകുന്ന തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ വരെ വന്നെത്തി നിൽക്കുകയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറയാനാണെങ്കിൽ നിലവിൽ ഈ അധ്യായം കാണുന്ന ചില കന്നിരാശിക്കാർ സാമ്പത്തികമായി അത്രയധികം പ്രതിസന്ധികളും ഇല്ലായ്മകളും അനുഭവിച്ചു വരികയും കടബാധ്യതകൾക്കുള്ളിൽപ്പെട്ട് ഒരടി പോലും മുന്നോട്ട് വയ്ക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജീവിതം എങ്ങനെയൊക്കെയോ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അതുകൂടാതെയും നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയെ തന്നെ ചോർത്തിക്കളയുന്ന തരത്തിലുള്ള ഒട്ടനവധി പ്രശ്നങ്ങൾ നിങ്ങളുടെ കുടുംബ ബന്ധങ്ങളിലായാലും വ്യക്തി ജീവിതത്തിലായാലും നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, കാരണമെന്തെന്ന് പോലും അറിയാത്ത രീതിയിൽ കാര്യതടസ്സത്തിന്മേൽ കാര്യതടസ്സമാണ് നിങ്ങൾക്ക് അനുഭവത്തിൽ വരുന്നത്. എന്നാൽ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ഓഗസ്റ്റ് മാസം പിറക്കുന്ന ദിവസമായ ഓഗസ്റ്റ് 1-ാം തീയതി തന്നെ നിങ്ങളിൽ തെളിയുന്ന മാളവ്യ രാജയോഗം കൊണ്ട് ഉത്രം, അത്തം, ചിത്തിര വരുന്ന കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് നിങ്ങൾ ജീവിതത്തിൽ അത്രയേറെ കാത്തിരിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ചില കാര്യങ്ങളെ പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന സമയമാണ് തെളിയുന്നത്. ഇതിൽ ഏറ്റവും ആദ്യമായി തന്നെ പറയേണ്ടത്, ഈ രാജയോഗം നിങ്ങളിൽ തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സാമ്പത്തികമായി വളരെയധികം കഷ്ടപ്പാടുകൾ അനുഭവിച്ചിരുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ പോലും നിങ്ങളിലേക്ക് സമ്പത്ത് പല വഴികളിൽ നിന്നായി എത്തുന്ന തരത്തിലുള്ള ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും. മാത്രമല്ല, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ചില സാമ്പത്തിക പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കണമെന്നറിയാതെ വല്ലാത്ത മാനസിക സംഘർഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില കന്നിരാശിക്കാർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹാരത്തിലേക്ക് എത്തിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള യോഗമാണ് ഈ ഓഗസ്റ്റ് മാസം പിറക്കുന്നതോടെ വന്നു ചേരുവാൻ പോകുന്നത്. ഇനി ഇതിൽ തന്നെ ചില കന്നിരാശിക്കാർക്ക് നിങ്ങൾ കടം കൊടുത്ത ചില വ്യക്തികളിൽ നിന്ന് ആ പണം തിരികെ ലഭിക്കാത്ത തരത്തിലുള്ള ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ഒരു കാര്യമല്ല. കാരണം നിങ്ങൾ അത്രയധികം അധ്വാനിച്ചുണ്ടാക്കിയ പണമാണ് ആ വ്യക്തികളെ വിശ്വസിച്ച് നിങ്ങൾ അവർക്ക് കടമായി നൽകിയത്. എന്നാൽ നിങ്ങൾ കാണിച്ച ആ ഒരു വിശ്വാസത്തെ അവർ മുതലെടുത്തു എന്നതാണ് സത്യം. എന്നാൽ ഈ മാളവ്യ രാജയോഗം നിങ്ങളിൽ തെളിയുന്ന സമയത്ത് അത്തരത്തിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ചില സമ്പത്ത് നിങ്ങളിലേക്ക് തന്നെ തിരികെ വന്നു ചേരുന്ന ഒരു സമയവും കൂടിയായിരിക്കും. അതുപോലെ തന്നെ ഇന്ന് ഈ അധ്യായം കാണുന്ന ചില കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾ സ്വന്തമായി ഒരു വീട് എന്ന സ്വപ്നത്തിന് വേണ്ടി വളരെയധികം കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. അതായത്
നിങ്ങളുടെ തുച്ഛമായ വരുമാനത്തിൽ നിന്ന് സമ്പാദിച്ച് ഒരു വീട് സ്വന്തമായി പണിയുവാൻ നിങ്ങൾ അത്രയധികം ശ്രമിക്കുന്നുണ്ടെങ്കിലും ചില ആളുകൾക്ക് പാതി വഴിയിൽ വെച്ച് അത് ഉപേക്ഷിക്കേണ്ട അവസ്ഥയാണ് ഉള്ളത്. എന്നാൽ ഒരു കാരണവശാലും നിങ്ങളുടെ ആ സ്വപ്നത്തെ നിങ്ങൾ മറക്കേണ്ടതില്ല. കാരണം കന്നിരാശിയിൽ പിറന്ന വ്യക്തികളിൽ തെളിയുന്ന മാളവ്യ രാജയോഗം കൊണ്ട് ഈ ഓഗസ്റ്റ് മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് വീടുപണി വീണ്ടും പുനരാരംഭിക്കുവാനും നിങ്ങൾ ചിന്തിച്ചതിലും വേഗത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുമുള്ള ഭാഗ്യവും കാണുന്നുണ്ട്. മാത്രമല്ല, ഈ മാളവ്യ രാജയോഗം നിങ്ങൾക്ക് ഭാഗ്യമായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന പല കാര്യതടസ്സങ്ങളും നിഷ്പ്രയാസം ഇല്ലാതാവുകയും ഓരോ സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈനംദിനം വന്നു ചേരുകയും ചെയ്യും. ഇനി ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും ഈ ഓഗസ്റ്റ് 1 തീയതി ശനിയാഴ്ച എന്ന് പറയുന്നത് കന്നിരാശിയിൽ പിറന്ന വ്യക്തികൾക്ക് ഏറ്റവും മികച്ച ഒരു ദിവസമായിരിക്കും. അപ്പോൾ എല്ലാം കൊണ്ടും ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 8 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്കും ഈ ഓഗസ്റ്റ് 1 തീയതി ശനിയാഴ്ച നിങ്ങളിൽ തെളിയുന്ന മാളവ്യ രാജയോഗം കൊണ്ട് ഏറ്റവും ശുഭകരമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുവാൻ പോകുന്ന ഒരു സമയമായാണ് തുടങ്ങുന്നത്. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.